ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്നൊരു ഇന്തോനേഷ്യൻ ഹൊറർ കോമഡിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവൻ്റെ അച്ഛൻ്റെ പ്രേത വീട്, ഫാദേഴ്സ് ഹോണ്ടഡ് ഹൗസ് എന്നാണ് ഈ സിനിമയുടെ പേര്. ഒരു പ്രേത കഥയായതുകൊണ്ടും കമ്പനിക്കാര് പരസ്യങ്ങൾ തരാത്തത് കൊണ്ടും നമുക്ക് നേരിട്ട് ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ചെറുപ്പക്കാരൻ ചെറുക്കൻ കയ്യിൽ ഗിറ്റാർ വെട്ടിയും തൂക്കി അങ്ങകലെ ദൂരെയായി കാടിന് നടുവിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു. ഭയങ്കര സാരി വില്ലേജ് എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. ഈ ഗ്രാമത്തിനകത്ത് ഒരു പഴയ മരക്കെട്ട് വീട്, ആളൊന്നുമില്ല. ഉണക്കച്ചവറ് ചുറ്റും കിടപ്പുണ്ടാവും. ആരെങ്കിലൊക്കെ വന്നു പോയിട്ട് കുറേ കാലായി. ഈ വീടിന് തൊട്ടടുത്തൊരു സെല്ലാർ പുരയുണ്ട്, ഗ്രില്ലിട്ടൊരു ഔട്ട് പുര. അതിലേക്ക് ഭയാനുകൂലനായി ഈ പയ്യൻ നോക്കുന്നുണ്ടാവും. എന്നിട്ട് കഥകൊക്കെ തുറന്ന് വീടിനകത്തേക്ക് കയറുമ്പണ്ട് നിറച്ച് പല്ലികൾ. വീടിനകത്ത് നിറച്ചും പല്ലികൾ. സിനിമാ കഥ ഹബീബിനെ പോലെയായ ഞാൻ ഇന്നലെ സംസാരിച്ചുള്ളതിന്റെ ഹാങ് ഓവർ മാറിയില്ല. ഈ വീടിനകത്ത് കയറിയിട്ടാണ് നമ്മുടെ കുമാരൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഈ നാട്ടിൽ ഒരുപാട് ഭംഗിയുള്ള വിലമതിച്ച പോഷായ ഒരുപാട് വീടുകളുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ ഉണക്ക പഴയ പുരയിലേക്ക് വന്നത്? അവൻ ക്യാമറയെ നോക്കി പറയും, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു പ്രേത കഥയാടാ. പ്രേത കഥയിലെ നായകന് മര്യാദ കൊടുക്കാൻ പഠിക്കടാ. ഇതും പറഞ്ഞ് സ്റ്റൈലായി ചെറുക്കൻ നടന്നു പോകുന്നു. അപ്പം തന്നെ മനസ്സിലാകും നമ്മളെ കവച്ച പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ. അവിടെ നിന്നും പഴയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 1992 കാലഘട്ടം. കുറച്ച് പിള്ളേര് കാർ ഓടിച്ച് കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവരതേ സമപ്രായക്കാരനായ ഒരു ചെറുക്കൻ, ഒരു പാവം കുട്ടി, അവൻ ചെടികളുടെ ഇടയിൽ ഒളിച്ചിരുന്ന് ഈ പിള്ളേരുടെ കളി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സിസ്റ്ററും ബ്രദറും ഇവനെ വന്ന് കളിയാക്കിയിട്ട് പോകുന്നുണ്ട്. എന്തിനാണ് അവിടെ ഒളിച്ചിരിക്കണേ, നിന്നെ അവർ കളിക്കാൻ കൂട്ടിയില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഈ കളിച്ചോണ്ടിരിക്കുന്ന പിള്ളേർ ആ പയ്യനെ കാണാം. അവർ വിളിക്കും, ദോദിത് വായോ, ഞങ്ങളുടെ കൂടെ കളിക്കാലോ, നീ എന്തിനാ അവിടെ മാറി നിൽക്കണേ? ഇവൻ പോവില്ല. കാരണം അവരുടെ കയ്യിൽ നല്ല റിമോട്ട് പ്ലെയർ കാറാണുള്ളത്. ഇവന്റെ കയ്യിലാണെങ്കിൽ അച്ചിങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു ഉരുട്ട് വണ്ടിയേ ഉള്ളൂ. അത് കാണിക്കാൻ നാണിച്ചിട്ട് അവൻ പോവില്ല. ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കില്ല, ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെ കളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ വീട്ടിലേക്ക് വരും. പയ്യന് അനിയനൊന്നുമില്ല, ഉള്ളതൊരു ചേച്ചി, ചേച്ചിയുടെ കെട്ടിയോർ, മിഡിൽ ഏജ് അപ്പനും അമ്മയും, പഴയൊരു വാടക വീട് നിറച്ചും ദാരിദ്ര്യം. നമ്മൾ നേരത്തെ കണ്ട ആ ചേച്ചിയും ചേട്ടനുമാണ് ഇവന്റെ ചേച്ചിയും ഭർത്താവും. ആ ചെറുപ്പക്കാരൻ ഭർത്താവ് ഇവരെ കൂടെ തന്നെയാണ്. പുള്ളിക്ക് സ്വന്തമായ ഒന്നുമില്ല. നമ്മുടെ അപ്പൻ കഥാപാത്രം ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ചെറുപ്പക്കാരനും ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ കുടുംബം കഴിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, അപ്പന് പ്രമോഷൻ കിട്ടുന്നതിന് ഒരു വർഷത്തെ അസൈൻമെന്റ് ഈ ഭയങ്കര സാരി വില്ലേജിൽ ചെന്ന് ഒരു വർഷം പണിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ പ്രമോഷൻ കിട്ടും. അപ്പം അപ്പം പോകാൻ തയ്യാറാണ്. ഒപ്പം മരുമോനും പോകുന്നുണ്ട്. അവർ മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ, കുടുംബവും പോകണം. അങ്ങനെ കുടുംബം പോണോ വേണ്ടയോ, എന്താ ചെയ്യാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞു പയ്യനെ അപ്പം വിളിക്കുന്നത്. മോനോട് പറയും, എനിക്ക് പ്രമോഷന് വേണ്ടി നമ്മൾ ഒരു വർഷം മറ്റൊരു വില്ലേജിൽ താമസിക്കാൻ പോകുന്നു. നിന്റെ സ്കൂളും അങ്ങോട്ടായിരിക്കും മാറ്റുന്നത്. മോൻ ഹാപ്പിയല്ലേ? മോൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഇനി സ്കൂൾ മാറിയിട്ടൊന്നും പോകാൻ വയ്യ, എനിക്ക് ഈ നാട് തന്നെയാണ് വേണ്ടത്, ഇവിടുത്തെ കൂട്ടുകാർ മതി, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക. അപ്പം അപ്പൻ തറപ്പിച്ച് പറയും, നിന്നോട് അഭിപ്രായമല്ല ചോദിച്ചത്, ഞാൻ കൽപ്പനയാ പറഞ്ഞത്, നിനക്ക് വേണ്ടതെല്ലാം എടുത്ത് പെറുക്കി വെച്ചോ, നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നാളെ. പയ്യൻ മുഖം വീർപ്പിച്ച് അവൻ്റെ മുറിയിലേക്ക് ഓടിപ്പോവും. അപ്പം അമ്മ മെല്ലെ പുറകെ ചെല്ലുന്നുണ്ട് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി. മോൻ എന്തിനാ വിഷമിക്കുന്നത്? അവിടെ നിനക്ക് കൂട്ടുകാരെ കിട്ടുമല്ലോ. ഇപ്പം എന്താ നിനക്ക് വേണ്ടത്? കൂട്ടുകാരെ കയ്യിലുള്ളതുപോലൊരു ടാമിയോ കാർ, ആ കാർ അമ്മ വാങ്ങിച്ചു തരുമല്ലോ. ഒരു വർഷം നമ്മൾ അച്ഛൻ്റെ കൂടെ അവിടെ ചെന്നാൽ അച്ഛന് പ്രമോഷൻ കിട്ടും, നല്ല വിലയുള്ള കാർ തന്നെ അമ്മ വാങ്ങിച്ചു തരും. ഇപ്പം മോന് സന്തോഷമായോ? അപ്പം മോൻ പറയും, അങ്ങനെയാണെങ്കിൽ എനിക്ക് 5 എണ്ണം വേണം. 5 എണ്ണം. എൻ്റെ ദൈവമേ, വാക്ക് കൊടുത്തു പോയല്ലോ. ചെറുക്കനാണെങ്കിൽ 5 എണ്ണം ചോദിക്കുകയും ചെയ്തു. ഇനി വാക്ക് മാറ്റിയ പണിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അമ്മ പറയും, 5 എണ്ണം ഉറപ്പായിട്ട് 5 എണ്ണം വാങ്ങിച്ചു തരാം, ഓരോ വർഷവും ഓരോന്ന്. അങ്ങനെ 5 വർഷത്തേക്ക് 5 കാർ. അപ്പോൾ അവൻ ചിരിക്കുക. അമ്മ എന്നെക്കാളും വലിയ കള്ളിയമ്മ. ശരി, ഒരെണ്ണം അടുത്ത വർഷം തന്നെ വേണം. ശരി എന്ന് പറഞ്ഞ് അമ്മ സമ്മതിക്കുന്നു. രണ്ടുപേരും ചിരിക്കുകയാണ്. പിറ്റേന്ന് ഇവർ കതകം പൂട്ടി ആ ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നതാണ് കാണിക്കുന്നത്. ഒരു സുസൂക്കി ബൈക്കുണ്ട്. അതിലാണ് അപ്പനമ്മയും മോനും പോകുന്നത്. പിന്നെ മോളും ഭർത്താവും ഇവരുടെ വീട്ടു സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കിയ ഒരു പിക്കപ്പ് വണ്ടിയിൽ. അപ്പനമ്മയും ബൈക്കെടുത്ത് പോയി കഴിഞ്ഞ ഉടനെ പുതുതായി കല്യാണം കഴിഞ്ഞ ചെക്കനും പെണ്ണുമല്ലേ, അവർ കെട്ടിപ്പിടിച്ച് കൊഞ്ചുക. പക്ഷെ ഇത് ഡ്രൈവർക്ക് പൊറുക്കൂല. സാർ, ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്, എനിക്ക് കണ്ണടച്ച് ഓടിക്കാൻ പറ്റൂല, കണ്ണ് തുറന്നേ ഓടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇങ്ങമാരി വികൃതിയൊക്കെ കാണിച്ചുകൊണ്ട് വന്നാൽ ഞാൻ എങ്ങനെ ഫോക്കസ് ചെയ്യാനാണ്?
എനിക്ക് ഒരുമാതിരി ഉണ്ടാവും. അപ്പൊ ഇവരത് കേട്ട് ചിരിച്ചിട്ട് വീണ്ടും കെട്ടിപ്പിടിക്കുക. പാണ്ടാരങ്ങൾ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഈ ചങ്ങായി വണ്ടി എടുക്കും. ഇതുപോലെ തന്നെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയാൽ ഇപ്പൊ അവിടെ സിനിമ കാണാൻ ആരും വരുന്നില്ല. രണ്ടുപേരും ഒരു സീറ്റിലായിരിക്കുന്നു. എന്തിനാ അത്ര കഷ്ടപ്പെടുന്നു? പാർക്കിലും ബീച്ചിലും എവിടെയും പോകാൻ വയ്യ. എനിക്ക് യാറാവത് സന്തോഷമായി ഇരുന്നാലേ പിടിക്കല. ഞങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം എന്തത് പുതിയതായിട്ട് പറ്റൂല, സമ്മതിക്കാൻ പറ്റൂല, ഞങ്ങൾക്കത് പൊറുക്കില്ല. എന്തായാലും ഇവിടെ അപ്പനും അമ്മയും മക്കളെല്ലാം പുറപ്പെട്ട ആ വില്ലേജിലേക്ക് പോകുന്നു. ഇവർ ബൈക്കിലായതുകൊണ്ട് തന്നെ ഷോർട്ട് കട്ട് പിടിക്കും. ഡാഡി മമ്മി ഷോർട്ട് കട്ടിലാണ് വില്ലേജിലേക്ക് വരിക. അവർ വേറെ വഴിയെ പോകും. ഈ ഷോർട്ട് കട്ട് ഗട്ടർ റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി എന്തോ പണിയായിട്ട് ബൈക്ക് ഓടുന്നില്ല, സ്റ്റോപ്പായി. ഇവർ ഉരുട്ടിക്കൊണ്ട് പോകേണ്ട അവസ്ഥയായി. അപ്പൻ അങ്ങനെ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ അമ്മ മരത്തി കുരങ്ങനെ പോലൊരു രൂപം ഇരിക്കുന്നു കാണും. കുവേ കുവേന്ന് പാട്ട് പാടിയിട്ട് ഒരു രൂപം, ഒരു നാച്ചിമുത്ത് പ്രേതം. ഒരു പുരുഷനാണത്. കാണാൻ പ്രേതം പോലെ ഉണ്ട്. എന്നാലും അയാൾ അവിടെ ഇരുന്ന് എന്തിനാ പാട്ട് പാടണേ എന്നും പറഞ്ഞ് മമ്മി ഡാഡിയോട് ചോദിക്കും അതെന്താ സാധനം. ഡാഡി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അത് കുയിലെങ്ങാനും കൂവുന്നാണെന്നും പറഞ്ഞിട്ട് ഡാഡി മമ്മീനെയും മോനെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. കുറെ ദൂരം പോയി ഇവർ വണ്ടി എങ്ങാണ്ട് റിപ്പയർ ചെയ്ത് ഇപ്പോൾ ഓടിച്ച് വീട്ടിലേക്ക് എത്തി. അവരെത്തുമ്പോഴത്തേനും നമ്മുടെ മരുമോനും മോളും വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആ പുതിയ വീട്ടിലേക്ക് ഇറക്കി കഴിഞ്ഞു. അപ്പോഴാണ് ഇവർ ആ സെല്ലാർ ഹൗസ്, ആ ഔട്ട് ഹൗസ് കാണുന്ന ഈ വീടിന് തൊട്ട് വെളിയിലായി ഒരു ആയുധപ്പുര. ഇത് കണ്ട് മോൻ പേടിച്ച് നിൽക്കുമ്പോൾ മോൾ അവനെ തട്ടി വീണ്ടും പേടിപ്പിക്കും. ഒരു പുര കണ്ട് നീ പേടിച്ചോടാന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുക. അപ്പോഴാണ് രണ്ട് കോമാളികൾ വരുന്നത്. ഇവര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ ഡാഡിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ വന്നവരാ. അവർ ബൈക്ക് ഓടിച്ച് വരുന്നു. ഡാഡിക്കും മമ്മിക്കൊക്കെ വണക്കം പറഞ്ഞ് ഞങ്ങൾ ഈ വീട് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്, ക്ലീൻ ആക്കിയിട്ടുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല, സാധനങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ താമസിക്കാം, നിങ്ങൾ വരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല, വൈകി അറിഞ്ഞത്, അതാ ഇപ്പൊ വന്നതെന്ന് പറയും. ഡാഡി തന്റെ ഫാമിലിയൊക്കെ പരിചയപ്പെടുത്തുന്നു. എന്നാൽ ഇനി നാളെ കാണാം, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോട്ടെ എന്ന് ഇവർ ചോദിക്കുമ്പോൾ ഡാഡി പറയും ഈ രാത്രി എന്തിനാ പോകുന്നത്, നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിച്ചൂടെ. അപ്പൊ അതിലെ സീനിയർ, ഈ കറുത്ത തുണിയിട്ട ആളാ സീനിയർ, അവൻ പറയും ഇവിടെ താമസിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ വീട് അടുത്ത് തന്നെയാ, ഇവിടെയാണെങ്കിൽ സ്ഥലവുമില്ലല്ലോ. ഇവര് പറയും അതിനെന്താ, ആയുധപ്പുരയുണ്ടല്ലോ, അവിടെ താമസിക്കാം, നിങ്ങൾ അവിടെ താമസിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ ആ പെര കണ്ട് ഈ എലുമ്പം പേടിച്ച് അവിടെയോ, അവിടെ വേണ്ട മേഡം, ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ തിരിച്ചു പൊക്കോളാം. അപ്പൊ ജൂനിയർ നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഒരുപാട് ദൂരമല്ലേ, ഇവിടെ തന്നെ താമസിച്ചാൽ എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാ പറയണേന്ന് നിനക്ക് മനസ്സിലായില്ലടാ, എല്ലാം അറിഞ്ഞിട്ടാണോ നീ എന്ന് ഇയാള് പിറുപിറുക്കുന്നുണ്ട്. അപ്പൊ മോള്, നമ്മുടെ ഡാഡിയുടെ മോള് ചോദിക്കും ആ സെല്ലാർപുര ശരിക്കും എന്തിനാണ് പണിതെന്ന്. എലുമ്പം പറയും പണ്ട് കാലത്ത് കള്ളന്മാരെ പിടിച്ച് പൂട്ടിയിടാൻ വേണ്ടി പണിതാ അത്, പിന്നീട് അത് ആയുധപ്പുരയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാ ശരി ഞങ്ങൾ തിരിച്ചു പോട്ടെ എന്ന് ചോദിക്കുമ്പം മമ്മി പറയും ഇങ്ങനെ നിങ്ങളുടെ ബോസ് അല്ലേ, ബോസ് പറയുന്ന അനുസരിക്കാതെ നിങ്ങൾ തിരിച്ചു പോവുകയാണോ, ഇന്ന് ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി. അച്ഛൻ പറയാണ് ഇന്ന് രാത്രി ഞാൻ സെർച്ചിങ്ങിന് പോയിക്കോളാം, നിങ്ങൾ ഇവിടെ സമാധാനത്തോടെ കിടന്നു, അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, പേടിക്കണ്ടെന്ന് പറയും. ഉടനെ എലുമ്പൻ ഇല്ല സാർ, നിങ്ങൾ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞങ്ങളിവിടെ കിടക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ടും ഡാഡി സമ്മതിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങിക്കോളൂ, നാളെ നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാന്ന് പറയും. ഇവര് വേറെ വഴിയില്ലാതെ സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് ഇവര് സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെക്കാൻ സഹായിക്കുന്നു. വീടിനകത്ത് കയറിയ മോള്, അവള് പ്രഗ്നന്റാ, വയറ്റിലെ കുഞ്ഞ് ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, അവൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണമെന്ന് അവള് ഭർത്താവിനോട് പറയും. ഭർത്താവ് കുറച്ചു നേരം കുഞ്ഞിനെയൊക്കെ കൊഞ്ചിച്ചിട്ട് സാധനങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് വയറ്റിലുള്ളതുകൊണ്ട് ഞാൻ പണിയെടുക്കാൻ പാടില്ല, കുഞ്ഞ് ക്ഷീണിക്കുന്നൊക്കെ പറഞ്ഞ് ഇവള് കെട്ടിയോനെയും പറ്റിച്ച് പണിയെടുക്കാതെ കിടക്കുമ്പോഴാണ് പല്ലി ഇവളെ ദേഹത്ത് വീഴ. അവള് പേടിച്ച് കെട്ടിയോന്റെ അടുത്ത് ഓടി വന്ന് ഈ മുറിയിൽ നിറച്ചും പല്ലിയുണ്ട്, എല്ലാത്തിനെയും തല്ലി ഓടിക്കി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുന്നു പറയും. അവൻ ഏതോ ഒരെണ്ണത്തിനെ പിടിച്ച് തല്ലി കൊന്നിട്ട് അതിനെ പുറത്തു കൊണ്ടേ കളയുന്നുണ്ട്. ഇവൻ കളഞ്ഞ വീടിനകത്തേക്ക് കയറി പോകുമ്പോണ്ടാവും ഉണക്കമരം കുറ്റി നാട്ടി വെച്ചതുപോലൊരു രൂപം ഇവരെ വീടിന് വെളിയിലായിട്ട് കാത്തു നിൽക്കും. അയ്യോ, ഈ സമയത്ത് നമ്മുടെ അസിസ്റ്റന്റുമാര് അവർ ഈ ഔട്ട് ഹൗസിൽ താമസിക്കുകയല്ലേ. കോലൻ ചെറുതിനോട് പറയും ഒരുപാട് നേരം മിഴിച്ചിരിക്കണ്ട, എനിക്ക് സ്ഥലം കാണുമ്പോൾ പേടിയാവുന്നു, നമുക്ക് മിണ്ടാതെ കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിച്ചു പോകാൻ നേരം ചെറിയവന്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കൈയുണ്ടാവില്ല, അവൻ കാറി നിലവിളിക്കും. മറ്റവൻ ഇത് കണ്ടിട്ട് നിലവിളിക്കുകയാണ്. എന്നിട്ട് ആ ഷർട്ട് തട്ടിപ്പറിച്ച് മാറ്റുമ്പോൾ അതവ മോളിൽ കൂടെ ഇട്ടതായിരുന്നു, അകത്തോടെ കൈ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ മണ്ടൻ അനാവശ്യത്തിന് പേടിച്ചതാ, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ കോലം പറയും നിനക്കറിയില്ലേ ഈ വീടിനെ പറ്റി, അതെ ഡച്ച് കാലഘട്ടത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ ജൂനിയർ വാ തുറക്കുമ്പോൾ പറയല്ലേ നമ്മൾ ആ വീട്ടിലുള്ളത്, നമുക്ക് കുഴപ്പമാവും, വായോ പോയി കിടന്നുറങ്ങാം, ഇനി രാവിലെ കണ്ണു തുറന്നാൽ മതി എന്ന് പറഞ്ഞ് രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് പുതപ്പ് മൂടി കിടക്കാണ്. ഈ സമയം
അകത്ത് നമ്മുടെ അമ്മയും മോനും ഉറങ്ങായിരിക്കും. അപ്പൊ കിണിക്കോ എന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് മോന്. പുറത്തുനിന്ന് ഒരു പൂട്ടിൽ ആരോ തട്ടിയതുപോലൊരു ശബ്ദം. ഇവൻ അമ്മയെ തട്ടി വിളിക്കും. അമ്മ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? അമ്മ എഴുന്നേൽക്കുമ്പോൾ ശബ്ദം കേൾക്കില്ല. അവര് മിണ്ടാതെ കിടക്കടാന്ന് പറയുമ്പോഴാണ് വീണ്ടും ശബ്ദം കേൾക്കുക. അവര് ഞെട്ടും. മെല്ലെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ സെല്ലാർ ഹൗസിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്. എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ പോയി നോക്കട്ടെ, മോൻ ഇവിടെ തന്നെ നിൽക്കുന്നു പറയുമ്പോൾ മോൻ എനിക്ക് പേടിയാ, ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ മോനും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പൊ ഇതേ മെറ്റൽ സൗണ്ട് നമ്മുടെ അപ്രസന്റികളും കേൾക്കുന്നുണ്ട്. അവര് ഞെട്ടി എഴുന്നേറ്റ് നിൽക്കുക. അപ്പൊ വാതിലിൽ കൂടെ ഒരു വെളിച്ചം പോകുന്നു കാണാം. അവൻ പേടിക്കും. ചെറിയവൻ പേടിച്ചിട്ട് ഒരുപക്ഷെ ഇത് കൊള്ളക്കാരാണെങ്കിലോ, നമുക്ക് പോയി നോക്കാം. മൂത്താള് പറയും, നീ പോയി നോക്ക്, ഞാനിവിടെ കാവല് നിൽക്കാം, നിനക്ക് പേടിയാണോ? സത്യത്തിൽ നമ്മുടെ അമ്മച്ചി അടിച്ച ടോർച്ചിന്റെ വെളിച്ചാണ് അവർ കണ്ടത്. അമ്മച്ചി നോക്കുമ്പോൾ ആ സെല്ലാർ മുറി പൂട്ടിക്കിടപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇവിടെ രണ്ടുപേരിൽ ആര് പോണെന്ന് പറഞ്ഞ് പേടിച്ചു നിൽക്കുമ്പോൾ കോലം പറയും, നിന്റെ പേര് കാസ്നോ എന്നല്ലേ? കാസ്നോ എന്ന് പറഞ്ഞാൽ വലിയ പോരാളി, വീരൻ എന്നാണ് നമ്മുടെ പുരാണത്തിലെ അർത്ഥം. അത് നീ പാലിക്കണ്ടേ? നിന്റെ അപ്പനും അമ്മയും നീ ഒരു ധൈര്യശാലി ആവണമെന്ന് പറഞ്ഞിട്ടാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. ഇറങ്ങിച്ചെല്ല് മോൻ, ഇറങ്ങിച്ചെല്ലെന്ന് പറയും. ഈ നേരത്ത് നമ്മുടെ അമ്മച്ചിക്ക് ആ സെല്ലാർ ഹൗസിൽ നിന്ന് ഒരു പറ്റ മുടി കിട്ടുന്നുണ്ട്. മോനാണെങ്കിൽ പേടിച്ച് മാറി നിൽക്കുക. എന്താ അമ്മയെന്ന് അവൻ ചോദിക്കുന്ന സമയം ഈ അമ്മ ഒന്നുമില്ലടാന്ന് പറഞ്ഞിട്ട് ടോർച്ച് അകത്തേക്ക് അടിച്ച് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ആ വീടിനകത്ത് നിറച്ച് മുടിയുള്ളൊരു വെള്ള രൂപം കാണാം. അത് ഈ അമ്മ കാണുന്നില്ല. ഈ സമയം നമ്മുടെ അസിസ്റ്റന്റുകൾ കയ്യിൽ 2 വടിയും വെച്ച്, നമുക്കിപ്പോൾ പുറത്തിറങ്ങാം, നിങ്ങളും എൻ്റെ കൂടെ വരണം, രണ്ടും കൽപ്പിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ശരിയല്ല, ഞാൻ 1 2 3 എണ്ണുമ്പോൾ നിങ്ങൾ ചാടി പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ചെറിയ ആള് 1 2 3 എന്ന് പറഞ്ഞ എണ്ണും. 3 എണ്ണിയ ഉടനെ അവൻ ഓടിപ്പോയി. ഇവൻ അവിടെ തന്നെ ഇരുന്നിട്ട് തിരിഞ്ഞടക്കുക. ഈ ചെറിയ ആള് ചൂലും കൊണ്ട് ചാടി വീഴുമ്പോൾ അമ്മ പേടിച്ച് ഞെട്ടുന്നുണ്ട്. എന്താടാൻ ചോദിക്കുമ്പോൾ അവൻ പറയും, ഞങ്ങൾ കള്ളന്മാരുണ്ടോ എന്ന് നോക്കാൻ വന്ന, നിങ്ങളിപ്പോൾ ഇവിടെ എന്താ ചെയ്യണേന്ന്. അവര് പറയും, ഞാൻ എന്തോ ഒരു ശബ്ദം കേട്ടു ആ സെല്ലാർ ഹൗസിൽ നിന്ന്, ആരോ പൊട്ടിച്ചകത്ത് കിടന്നതുപോലെ, അത് നോക്കാൻ വന്നാണെന്ന് പറയും. ഈ സമയത്താണ് റൗണ്ട്സിന് പോയ ഡാഡി വരുന്നത്. ഡാഡി വന്ന് കയറിയിട്ട് എന്താ അവിടെ പ്രശ്നം ചോദിക്കുമ്പോൾ ഇവര് കുഴപ്പമൊന്നുമില്ല, പിള്ളേരെന്തോ കണ്ട് പേടിച്ചാന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനെയും വിളിച്ച് അകത്തേക്ക് പോകും. ഈ നേരം ചെറിയ ആള് കോലിനോട് പറയുന്നുണ്ട്, ചേട്ടൻ എന്നെ പറ്റിച്ചല്ലോ, ഞാൻ മാത്രമാണ് പുറത്തു വന്നത്, നിങ്ങൾ ഇപ്പോഴും വീടിനകത്ത് എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ ഈ വീടിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യായിരുന്നു, അങ്ങനെ വീട് വെറുതെ കാലിയാക്കി വിടാൻ പാടില്ലല്ലോ. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് അന്ന് രാത്രി വലിയ കുഴപ്പമില്ലാതെ തീർന്നു. പിറ്റേന്ന് നമ്മുടെ ഡാഡിയും മരുമോനും ജോലിക്ക് പുറപ്പെടുകയാണ്. ഒപ്പം ഈ അപ്രസന്റികളും ഉണ്ട്. കൗബോയ് തൊപ്പിയൊക്കെ വെച്ച് അവരും റെഡിയായി. ഈ സമയത്താണ് ഇവരെ വീടിനാവശ്യമായ ഓയിലും കൊണ്ട് അടുത്ത പെട്ടിക്കടയിൽ ഒരു ചേട്ടൻ വരുന്നു. നിങ്ങളെ വീട്ടിലേക്ക് ഓയിലിന്റെ ആവശ്യമുണ്ടെന്ന് കേട്ടു, അതും എടുത്തിട്ടാണ് ഞാൻ വന്നതെന്ന് പുള്ളി പറയും. അമ്മച്ചി പുള്ളിക്കാരനൊരു വണക്കം വെച്ചിട്ട് മോളുടെ കയ്യിൽ പണം കൊടുത്ത്, ഇത് അച്ഛനെ കൊടുക്ക്, എനിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. അമ്മ പോയി കഴിയുമ്പോൾ ഈ മുത്തശ്ശൻ മോളോട് പറയാണ്, മോളെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? മോള് പറയും, കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്? അപ്പൊ ആ കാർന്നൂര് പറയാണ്, ഈ വീട്ടിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഡച്ചുകാർ ഈ നാട് ഭരിച്ച സമയത്ത് ഒരുപാട് മരം കൊള്ളക്കാര്, മരം കക്കുന്ന കള്ളന്മാരെ ഈ വീട്ടിലിട്ട് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് വരാൻ എല്ലാവർക്കും പേടിയാ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇത് കേട്ട് മോള് പേടിച്ച് അമ്പരന്ന് നിൽക്കുമ്പോൾ ഡാഡി തിരിച്ചു വരും. ഡാഡി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയും, എന്റെ കുടുംബത്തോടെ എന്താ കളവ തോന്നിയാസങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു, മേലിൽ ഇമ്മാരി വർത്താനൊന്നും പറഞ്ഞേക്കരുത്, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടാണ്. അത് കഴിയുമ്പോൾ അമ്മ മോനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകും. ഇന്ന് ഒരു ദിവസമേ ഞാൻ കൊണ്ടുപോയി വിടുള്ളൂ, വഴിയൊക്കെ പഠിച്ചിട്ട് നാളെ മുതൽ നീ തനിച്ചു പോകണമെന്ന് അമ്മ പറയുന്നുണ്ടാവും. മോനെയും കൊണ്ട് പോകുന്ന വഴി ഒരു ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിലുള്ള ആൽമരത്തിന്റെ മണ്ടയിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ആമ്പള പ്രേതം, മോന്തയൊക്കെ വെള്ള പൂശി മുടി വളർത്തിയ ഒരു ഡാഡി. പുള്ളിക്കാരൻ മരത്തിന്റെ മണ്ടയിരുന്ന ഒരു പാട്ടൊക്കെ പാടുക, രാജാത്തി രാജാത്തി. ഈ നേരത്ത് നമ്മുടെ മോള് അവള് തുണി അലക്കാനിടുന്ന സമയത്ത് തുണിയിലൊരു കൈ പതിഞ്ഞ പാട്, ആരോ മണ്ണ് കൊണ്ട് തൊട്ടതുപോലൊരു പാട്. ഇതേ സമയം നമ്മുടെ സെല്ലാർ പുരയിൽ നിന്നും അതിനകത്ത് നിന്നും ആരെങ്കിലും സഹായിക്കണേ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ശബ്ദം, ഒരുപാട് വേദനയിൽ കരയുന്ന ഒരു സ്ത്രീയുടെ ശബ്ദം. ഇവള് ഞെട്ടി നോക്കിയിട്ട് വീണ്ടും തുണിയിലേക്ക് നോക്കുമ്പോൾ ആ കൈപ്പാട് കാണുന്നില്ല. വീണ്ടും കരച്ചിൽ കേൾക്കാം. ഇനി ഇവിടെ നിന്ന പണിയാന്ന് മനസ്സിലാക്കി പെണ്ണ് ഓടാൻ തുടങ്ങും. പേടിച്ച് സ്കൂട്ടാവുകയാണ്. അപ്പണ്ട് ആ സെല്ലാർ പുരയുടെ ഡോർ ആരോ തല്ലി പൊളിക്കുന്ന പോലെ പെട്ടെന്ന് ഇവളുടെ ദേഹത്തൊരു കൈ വന്ന് പതിക്കുന്നുണ്ട്. പെണ്ണ് നിലവിളിച്ച് തിരിയുമ്പോഴേക്കും അത് അവളുടെ കെട്ടിയോനായിരുന്നു. ഇവള് പറയും, ആ വെളിപ്പുരയെന്ന് ഞാനൊരു ശബ്ദം കേട്ടു, എന്താന്ന് പോയി നോക്ക്. ഇവൻ ദൂരെ എന്ന് എത്തി നോക്കിയിട്ട് പറയും, നിനക്ക് തോന്നിയതായിരിക്കും പെണ്ണെ, കുഴപ്പമൊന്നുമില്ലല്ലോ, വായോ നമുക്ക് കെട്ടിപ്പിടിച്ച് കളിക്കാന്ന് പറയുമ്പോൾ, ഒന്ന് പോടാ, ഊരി ചുറ്റി ഇങ്ങനെ ദേഹം നാറി വന്നാൽ ഞാൻ കെട്ടിപ്പിടിക്കില്ല, മിണ്ടാതെ പൊക്കോ, ആ വിചാരം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവൾ അകത്തേക്ക് പോകുന്നുണ്ട്.
അത് കഴിഞ്ഞ് ഓരോ ദിവസവും ഇവർ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും ഈ വീട്ടിൽ നടക്കുന്നു. അപ്പനുള്ളപ്പോൾ നടക്കില്ല, ഇവര് പിള്ളേരും അമ്മയുള്ളപ്പോൾ മാത്രമാണ് ഇത് നടക്കുന്നത്. ചെറുക്കൻ്റെ കളിപ്പാട്ടമൊക്കെ തന്നെത്താനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നമ്മുടെ ഡാഡി ആണെങ്കിൽ രാത്രി പകൽന്നില്ലാതെ എല്ലാ സമയത്തും ഡ്യൂട്ടി കാടിനകത്ത് ഭക്ഷണവും കൊണ്ടുപോയി കഴിച്ചിട്ട് അവിടെ തന്നെയാണ് മാക്സിമം സമയം. കാടിന് കാവൽ. വീട്ടിലേക്ക് വരുമ്പം കുട്ടികളും അമ്മയും പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട് അച്ഛാ, എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ നടക്കുന്നത് പോലെ ഞങ്ങൾ ഇടയ്ക്കിടെ പേടിക്കുന്നുണ്ട്. അപ്പം പറയും, അത് പിന്നെ മൂത്തോര് പറയുന്നത് അനുസരിക്കാതിരുന്നാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് അപ്പനെയും ഭർത്താവിനെയും പെണ്ണുങ്ങൾ അനുസരിക്കണം, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡാഡി അവരെ കളിയാക്കാണ്. അത് കഴിയുമ്പോൾ ഒരു ദിവസം വലിയ ഓഫീസർ വന്ന് നമ്മുടെ ഡാഡി ചെയ്യുന്ന സേവനം, ഈ നാട്ടിലെ ഫോറസ്റ്റ് കാക്കുന്ന, മരങ്ങൾ വെട്ടാതെ കാക്കുന്ന പുണ്യപ്രവൃത്തി, അത് ചെയ്യാനൊരു ഭാഗ്യം വേണം, നിങ്ങൾ വലിയ മനുഷ്യനാണ്, നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ വനം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ പുകഴ്ത്തുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കോലൻ പെട്ടെന്ന് മണ്ണ് മാന്തിയിട്ട് ഒരു ജാതി പ്രേത ശബ്ദം ഉണ്ടാക്കുക. വാ 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ ആള് പേടിച്ചിട്ട്, അല്ലോ ഇതെന്താണ് ജിന്നോ എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കും. അപ്പം മരുമോൻ പറയും, നീ മുസ്ലിം അല്ലല്ലോ, ക്രിസ്ത്യാനിയല്ലേ. ഉടനെ അവൻ ജീസസ്, പേടിച്ചപ്പോൾ ദൈവം മാറിപ്പോയതാ, എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ കോലന്റെ കണ്ണൊക്കെ മാറി പ്രേതം മേത്ത് കയറിയതുപോലെ അവൻ പ്രേത ശബ്ദത്തിൽ പറയുക, എനിക്കൊരു വൃത്തിയുള്ള സംസ്കാരം വേണമെന്ന്, ഒരു പ്രോപ്പർ ബറിയൽ വേണമെന്ന്. ഇതും പറഞ്ഞവൻ സോംബിയെ പോലെ ഇവരുടെ നേരേക്ക് ഓടി വരും. ഇവരെല്ലാം പേടിച്ച് മാറുമ്പോൾ നമ്മുടെ ജൂനിയർ പൊടിയൻ അവൻ ചാടി വീണ്, നീ ഞങ്ങളെ പേടിപ്പിക്കോടാ, നീ ഞങ്ങളെ കൊല്ലാൻ നോക്കൂടാന്ന് പറഞ്ഞ് ഇവന്റെ മേത്തേക്ക് കയറിയെന്ന് പുതിര തല്ലി കോലന്റെ ബോധം കെടുത്തി. ബോധം പോയപ്പോൾ പുള്ളിയുടെ പ്രേതവും പോയി. കണ്ണ് തുറക്കുമ്പോൾ അവന്റെ ശരീരത്തും മുഖത്തും എല്ലാം ഇടികൊണ്ട പാടുകളാണ്. അത് പ്രേതം കയറിയിട്ടാണ് സംഭവിച്ചതെന്ന് ഇവർ പറഞ്ഞ് പറ്റിച്ചിട്ട് അവന് മരുന്ന് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണെങ്കിൽ അമ്മ ഡാഡിയോട് ഭയങ്കര വഴക്ക്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും കുടുംബത്തെ പറ്റി താൻ ചിന്തിക്കുന്നില്ല. നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കി പോകണം. ഇതൊക്കെ തമാശയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നമുക്ക് 2 കുട്ടികളുള്ളതാ, മോളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഇതൊരു കുഴപ്പം പിടിച്ച നാടാ, നമുക്ക് ഇനി ഇവിടെ നിൽക്കണോ? അത് കേട്ട് അച്ഛൻ പറയും, ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി എനിക്ക് എങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റില്ല, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എനിക്ക് ഇവരൊരു ഭാരിച്ച പണി ഏൽപ്പിച്ചിരിക്കുന്നു, അത് വൃത്തിയോടെ ചെയ്തു തീർക്കണം. നിങ്ങൾ ആർക്കും ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവന് കുറച്ചു നേരം ഭ്രാന്ത് പിടിച്ചെന്ന് വെച്ച് ഇവിടെ പ്രേതവും പിശാചും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത് മണ്ടത്തര. അങ്ങനെ ഒരു സാധനമില്ല. എത്ര ഇരുട്ടത്ത് ജീവിച്ച ആളാ ഞാൻ, എനിക്കറിയില്ല. ഇതും പറഞ്ഞ് ഡാഡി അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കില്ല. ഈ നേരത്താണ് നമ്മുടെ കോലൻ ചെറിയ ആളോട് ചോദിക്കുക, എടാ പ്രേതം പിടിച്ചിങ്ങനെ മോന്തയൊക്കെ വീർത്ത് ഇടികൊണ്ട അവസ്ഥയിലാവുമോ? ചെറിയ ആൾ പറയും, ആവും, അത് നോർമലാ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ വല്യച്ഛനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ബോധം വന്നപ്പോൾ അയാൾക്കൊരു കാലില്ലായിരുന്നു, ചിലപ്പോൾ പ്രേതം നമ്മൾ ഒരുപാട് ഇടിച്ച് കാലൊക്കെ എടുത്തോണ്ട് പോകും, അങ്ങനെ സംഭവിച്ച. ഇതും പറഞ്ഞവൻ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞ് വന്ന് നമ്മുടെ മോൻ വന്നിട്ട് ഈ ചേട്ടന്മാരോട് ചോദിക്കുക, ചേട്ടന്മാരെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, അതിന് പുറകെ എന്തായാലും ഒരു കാരണം ഉണ്ടാവും, എനിക്കും പേടി അവിടെ നിൽക്കാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ പെട്ടിക്കട മുത്തശ്ശനോട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളുടെ യഥാർത്ഥ പിൻരഹസ്യം എന്താന്നുള്ളത് ചെന്ന് ചോദിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വരുമോന്നും പറഞ്ഞ് ഇവൻ ചേട്ടന്മാരെയും വിളിച്ച് ആ പെട്ടിക്കട മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ഇവർ ചോദിക്കുകയാണ്, ഈ നാട്ടിൽ എന്താണ് സംഭവിച്ചത്, ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്. മുത്തശ്ശൻ പറയാൻ മടിക്കുമ്പോൾ ഇവരൊരു കഞ്ചാവ് ബീഡി കൊടുക്കും. ഇതും വലിച്ച് സന്തോഷത്തോടെ പറയും. അങ്ങനെ ബീഡിയും കൊളുത്തി 2 പുകയൊക്കെ എടുത്തതിന് ശേഷം മുത്തശ്ശൻ കഥ പറയാൻ തുടങ്ങുകയാണ്. പണ്ട് ഡച്ചുകാർ നമ്മുടെ നാട് ഭരിച്ചിരുന്ന സമയം, അതായത് ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ നാട് ഭരിച്ചില്ലേ, അതേപോലെ ഡച്ചുകാർ ഇവരെ നാട് ഭരിച്ചിട്ടുണ്ട്. ആ സമയത്ത് കുറെ അധികം സായിപ്പന്മാര് ഇവരെ നാട്ടിലായിരുന്നു തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ നാട്ടിൽ ഒരുപാട് ചന്ദന തടികളുണ്ട്. ആ സമയത്താണ് ഇവിടുത്തെ ഒരു ലോക്കൽ ഗേൾ, ഈ ഗ്രാമത്തിലെ പെൺകുട്ടി, ഒരു ഡച്ചുകാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. സായിപ്പുമായി ഇഷ്ടത്തിലായി, അവള് പ്രഗ്നന്റ് ആയി. മിമിൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ശരിക്കുള്ള പേര് റുക്മിണി എന്നാ നമ്മുടെ നാട്ടിലെ പേര്. ശരിക്കും പറഞ്ഞ ഇന്ത്യയുടെ ഒരു ചീന്തിയ ഏടാണ് ഇന്തോനേഷ്യ. സോ അങ്ങനെ ഈ ഡച്ചുകാരനുമായിട്ട് ഇഷ്ടത്തിലായി, പെണ്ണ് പ്രഗ്നന്റുമായി. എന്നാൽ ഈ ഡച്ചുകാരന് ശരിക്കും ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ ഈ വിവരം അറിഞ്ഞിട്ട് മിമിനെ പിടിച്ച് തടവിലാക്കി. ഡച്ചുകാരന് മിമിനെ ഉപേക്ഷിച്ചു. എന്നിട്ട് ഞാനല്ല തെറ്റ് ചെയ്തതെന്നും പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറാനും ശ്രമിച്ചു. മിമിന്റെ പേരിൽ കുറെ കള്ളക്കേസും ചാർത്തി ഇവര് അവളെ കൊണ്ടുപോയി നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ സെല്ലാർപുരയിൽ പൂട്ടിയിട്ടു. പിന്നീട് അവള് ലോകം കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. അവള് സ്നേഹിച്ച ആ കാമുകനെ പോലും കണ്ടിട്ടില്ല. അവളുടെ ഒരു വിരലും ഇവർ കട്ട് ചെയ്ത് മാറ്റി. ഉടനെ ചെറിയ ആള് ചോദിക്കുകയാണ്, ഇടതാണോ വലതാണോ എന്ന്. അതാണ് അവിടെ ഇപ്പൊ പ്രധാനം. നിങ്ങൾ ബാക്കി കഥ പറയും. ഇങ്ങനെ ബാക്കി കഥ പറയും. അവൾ അതേ സെല്ലിനകത്ത് വെച്ച് ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തു. പക്ഷെ ജന്മം കൊടുത്ത് കുറച്ചു നാളിൽ തന്നെ ആ കുഞ്ഞും അമ്മയും 2 പേരും മരണപ്പെട്ടു. ഒരു കിവോൺ വെള്ളിയാഴ്ചയാണ് അവർ മരണപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ദിവസം വരുമ്പോൾ ഈ ഗ്രാമവാസികൾ പേടിക്കുന്നത്. ഉടനെ ചെറുക്കൻ ചോദിക്കും, ഏതാണ് മാസം എന്ന്. ഏത് മാസമായ നിനക്കെന്താടാ, എല്ലാ മാസവും ഉണ്ടല്ലോ. എല്ലോ കിവോൺ വെള്ളിയാഴ്ചയും പ്രശ്നം ഗുരുതരം തന്നെയാണ്. ഇവരങ്ങനെ ഈ ഹിസ്റ്ററിയൊക്കെ
ഇതൊക്കെ കേട്ടിട്ട് അത് മോൻ വന്ന് ഡാഡിയോട് പറയും. പക്ഷെ ഡാഡി ആ കിളവന് വേറെ പണിയില്ല, ഒരു ഇല്ലാത്ത പുരാണങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുകയാണ്. മോനത് കാര്യാക്കണ്ട, ഇന്ന് ആ ചെലവിന് പണമില്ലല്ലോ, പോക്കറ്റ് മണി വെച്ചോന്ന് പറഞ്ഞ് അപ്പം കുറച്ച് പണം കൊടുക്കും മോൻ ഹാപ്പിയായി. കുറച്ച് കഴിയുമ്പോൾ അമ്മ വരുന്നുണ്ട്. അമ്മ ചോദിക്കും അപ്പം വല്ല പണം തന്നോന്ന്. ഇവൻ ഇല്ല എന്ന് പറഞ്ഞ് തലയാട്ടും. അമ്മയും കൊടുക്കുന്നുണ്ട് കുറച്ച് പോക്കറ്റ് മണി. നമ്മുടെ പയ്യനാ അതേ സ്വഭാവം. അതും വാങ്ങിച്ച് അവൻ ക്ലാസ്സിന് പോകുന്നു. അന്ന് വൈകിട്ട് ഡാഡി, മരുമോൻ, പിന്നെ 2 അപ്രസന്റികൾ ഇവരെല്ലാവരും കൂടെ കാവലിരിക്കുകയാണ് കാട്ടിന്. ആ നേരം നമ്മുടെ കോലൻ അവൻ വെള്ളം എടുക്കാൻ വരുമ്പോൾ ഒരു രൂപത്തെ കാണും. മറ്റേ ആ മരത്തിലിരുന്നോണ്ടിരുന്നില്ലേ, മോന്തയൊക്കെ പൊള്ളി ചോര തുപ്പണ മനുഷ്യൻ. അയാൾ താഴെ ഇറങ്ങി വന്ന് വാ പൊളിച്ച് അയ്യോ എന്ന് പറയുന്നുണ്ട്. ഇവൻ ഉടനെ അത് കണ്ട് പേടിച്ച് വാ പൊളിച്ച് നിലവിളിക്കുകയാണ്. പ്രേതം എന്ന് പറഞ്ഞിട്ട്. ഇവര് നോക്കുമ്പോൾ കാണുന്നില്ല. ഇയാൾക്ക് വീണ്ടും ബാധ കൂടി. അത് ഒഴിപ്പിക്കുന്നു പറഞ്ഞ് ഇവർ അറബിയിൽ എന്തോ മന്ത്രം ജപിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും അവൻ നിലവിളിക്കുക. ഉടനെ ചെറിയവൻ പറയും, ഇവൻ മുസ്ലിം എല്ലാം തോന്നുന്നു, നമ്മളെ പറഞ്ഞു പറ്റിക്കായിരുന്നു, അവന്റെ തള്ളവിരൽ തിരികെ, എന്നാൽ ഇത് ശരിക്കും ജിന്നാണോന്ന് അറിയുള്ളൂ. ഇവനാണെങ്കിൽ ഞാൻ മുസ്ലിമാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. കാര്യമില്ല, ഇവര് തലയെ കൈവച്ച് വീണ്ടും മന്ത്രം ജപിക്കും. തള്ളവിരൽ തിരിക്കുന്നും പറഞ്ഞ് തള്ളവിരൽ തിരിച്ചൊടിക്കുകയാണ് പ്രേതം പോകാൻ വേണ്ടി. എനിക്ക് പ്രേതം കൂടിയിട്ടില്ലടാ എന്ന് പറഞ്ഞാൽ നിലവിളിക്കുന്നുണ്ട്. ഇവര് വിരലൊടിച്ചു കഴിഞ്ഞപ്പം അവന് പിന്നെ നിലവിളിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അപ്പൊ ഇവര് വിചാരിക്കും പ്രേതം ഒഴിഞ്ഞു പോയിന്ന്. ഈ നേരത്ത് വീട്ടില് കുഞ്ഞു പയ്യന് വേണ്ടി അമ്മ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് മരുമോൻ വീട്ടിലേക്ക് കയറി വരിക. മരുമോനെ കാണുമ്പോൾ മരുമോൻ കുളിക്കാൻ പോവാണെന്ന് വിചാരിച്ചിട്ട്, ഞാൻ ഈ ചൂടുവെള്ളം എടുക്കുകയാണമ്മേ, എന്റെ ഭർത്താവ് വന്നു, അങ്ങേർക്ക് കുളിക്കണം എന്ന് പറഞ്ഞ് ഇവൾ ആ ചൂടുവെള്ളം കൊണ്ടുപോയി ബാത്റൂമിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കെട്ടിയവനെ വിളിച്ച് പോയി കുളിച്ചോളൂ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാന്ന് പറയും. അയാൾ ബാത്റൂമിനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇവള് ടവൽ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ടവൽ എടുക്കാൻ പോവാണ്. ഇപ്പൊ കുറച്ച് നാളായും തോന്നുന്നു പെണ്ണിന് വയറൊക്കെ തള്ളിയിട്ടുണ്ട്, അവള് പ്രസവിക്കാൻ സമയമായി. അപ്പോഴാണ് ചെറിയ പയ്യൻ വരുന്നു. എന്റെ വെള്ളം നീ എടുത്തോടി, എന്നോട് ചോദിക്കാതെ എന്നും പറഞ്ഞിട്ട്. നിനക്ക് വേണമെങ്കിൽ വേറെ വെള്ളം എടുത്തോ, അമ്മയോട് പറഞ്ഞാൽ മതി, ചൂടാക്കി തരും, എന്നോട് വഴക്കിടണ്ടെന്നും പറഞ്ഞ് ചെറുക്കനെ പറഞ്ഞു വിട്ട് ഇവള് ടവല് ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി കതകി മുട്ടും. പക്ഷെ കതക് തുറക്കുന്നില്ല. ഇവള് ബലമായിട്ട് കതക് തള്ളുമ്പോൾ അകത്താരെയും കാണുന്നില്ല,